എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പരീക്ഷ? ഫിസിക്സ് തകർത്തെഴുതിയോ അതോ കഴിഞ്ഞപ്പോൾ ഒരു വിഷമമായോ, നന്നായി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമായോ? നന്നായി എഴുതാൻ കഴിഞ്ഞവർക്ക് നല്ല കാര്യം, സന്തോഷം. ഇനി അഥവാ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് പോയി പക്ഷേ എഴുതാൻ പറ്റിയില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെയാണെങ്കിൽ ഇനി അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് +2, എന്തായാലും എല്ലാ പരീക്ഷകളും കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് +2 ആണ് നന്നായി നോക്കേണ്ടത്. അപ്പോൾ +2ൽ നല്ലോണം മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അഥവാ ഇവിടെ മാർക്സ് നമുക്ക് കുറച്ചൊന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ +2ൽ നല്ലോണം ഇപ്പോഴേ അങ്ങ് പഠിച്ച് റെഡി ആയിക്കൊള്ളുക കേട്ടോ. ഓക്കെ, അപ്പം കുറച്ച് പേരെങ്കിലും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഈ ആൻസർ കീ ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യമേ തന്നെ പറയുകയാണ്, ആൻസർ കീ നോക്കണം എന്ന ആഗ്രഹമില്ലാത്തവർ ഇത് കാണണ്ട. പക്ഷെ ചിലർക്കെങ്കിലും ഉണ്ടാവും നമ്മൾ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്നുള്ളതൊന്ന് നോക്കണം, അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അഥവാ നിങ്ങളിപ്പം ഈ ആൻസർ കീ കണ്ടിട്ട് നിങ്ങൾ എഴുതിയതുപോലല്ല ഉത്തരങ്ങൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതിയ ഏതെങ്കിലും ഉത്തരങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക കേട്ടോ. കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ചോദിക്കുക. ഓക്കെ, അപ്പം ചോദ്യപേപ്പർ കണ്ടപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി. നമ്മൾ പൊതുവായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ 1-2 ചോദ്യങ്ങൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ, അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയൊക്കെ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പറയുന്ന കാര്യങ്ങളല്ലായിരുന്നു. പക്ഷെ അതൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അത് എഴുതാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. കാരണം +2ൽ ആദ്യത്തെ 2 ചാപ്റ്ററിൽ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിലൊക്കെ ഇതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെറിവേഷൻസ് ഉണ്ടല്ലോ. അപ്പം അത് ഒക്കെ അറിയാമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് കിട്ടിയിട്ടുണ്ടാവണം. എന്ത് തന്നെയാണെങ്കിലും പ്രശ്നമില്ല. നമുക്ക് എന്തായാലും ചോദ്യപേപ്പർ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? അത് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് ആൻസർ വരുന്നത്? മാസ്സാണ്. കാരണം വോളിയം, ഡെൻസിറ്റി, പ്രഷർ ഒക്കെ എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ല, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. രണ്ടാമത്തെ ചോദ്യം, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താണ് തരുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ തരുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആൻസർ. ചിലപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഡിസ്റ്റൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകണം. ശരിക്കും ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആൻസർ, പക്ഷെ ചിലപ്പം ഡിസ്റ്റൻസ് എന്ന് എഴുതിയാലും മാർക്ക് തന്നേക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം നമ്മൾ പറയാറുള്ളൊരു ചോദ്യമാണല്ലേ. ഒപ്റ്റിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടയർ ഓൺ ഇറ്റ്സ് ടയർ ഇസ് ഗിവൺ ബൈ. എന്താണ് ഉത്തരം? ഓപ്ഷൻസ് എല്ലാം നോക്കിക്കോണം കേട്ടോ. RG tan θ ഉണ്ട്, sin θ ഉണ്ട്, cot θ ഉണ്ട്, cos θ ഉണ്ട്. ഏതാണ് ആൻസർ? √RG tan θ ആണ് ആൻസർ. അതായത് ടു അവോയ്ഡ് വെയർ ആൻഡ് ടയർ എന്ന് പറയുമ്പോൾ മ്യൂവിൻ്റെ വാല്യൂ 0 ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നാലാമത്തത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസസ്. ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കലിനെ പറയുന്നത് കംപ്രസിബിലിറ്റി എന്നാണ് പറയുന്നത്. കംപ്രസിബിലിറ്റി നമ്മുടെ നോട്ടിലുള്ളതാണ് ആ ചോദ്യം. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസസ് കംപ്രസിബിലിറ്റി, അത് K വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലേ. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഓപ്ഷൻസിൽ അതിൻ്റെ ആൻസർ പോയിക്കോളും. ദെൻ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. ലിക്വിഡ് ഡ്രോപ്പിൻ്റെ ഡെറിവേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എക്സസ് ഡ്രോപ്പിൻ്റെ ഇക്വേഷൻ എന്തുവാണ്? 2S/R ആണ്, അല്ലെങ്കിൽ 2T/R ആണ്. S അല്ലെങ്കിൽ T എന്ന് പറയുന്നത് ടെൻഷൻ ആണ്, R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ് ആണ്. ബബിളാണ് ചോദിക്കുന്നതെങ്കിലാണ് 4S/R, ഡ്രോപ്പിൻ്റെത് 2S/R ആൻസർ വരുന്നത്. അടുത്തത്, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡസ് വാട്ടർ ഹാവ് മാക്സിമം ഡെൻസിറ്റി ആൻഡ് മിനിമം വോളിയം? എനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ അല്ലേ. നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് എനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. സാധാരണ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുകയാണ് വേണ്ടത്, പക്ഷേ വാട്ടറിൻ്റെ കേസിൽ മാത്രം വോളിയം കുറയുകയാണ് ചെയ്യുക. ഏത് ടെമ്പറേച്ചർ വരെ? 4 ഡിഗ്രി സെൽഷ്യസ് വരെ. അപ്പോൾ വോളിയം കുറവാണെന്ന് പറയുമ്പോൾ എന്താണ്? ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ് വാട്ടറിൻ്റെ ഇത് കൂടുതൽ, പിന്നെ മാക്സിമം ഡെൻസിറ്റി മിനിമം വോളിയം വരുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അടുത്തത്, ദ തെർമോഡൈനാമിക് വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഈക്വൽ ഫോർ 2 സിസ്റ്റംസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം ഇസ് കോൾഡ്. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ടെമ്പറേച്ചർ ആണ് അല്ലേ. ടെമ്പറേച്ചർ സെയിം എന്നാണ് അർത്ഥം. അപ്പോൾ ഏത് തെർമോഡൈനാമിക് വേരിയബിൾ ആണ് അവിടെ ഈക്വൽ ആയിട്ട് വരേണ്ടത്? ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ആണ് ആൻസർ. ടെമ്പറേച്ചർ ആണ് ആൻസർ വരിക. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കിക്കേ. എ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എ ബോൾ സ്ട്രേറ്റ് ഇൻ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ബൗളർ without changing its initial speed of 12 meter per second. If the mass of the ball is 0.15 kilogram, determine the impulse imparted to the ball. നമ്മൾ ഇന്നലെ ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആൻഡ് ലോ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇമ്പൾസ് മൊമെൻറ്റം തിയറം
അല്ലേ? ഇമ്പൾസ് മൊമെൻറ്റം തിയറം എന്ന് പറയുന്നത് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അല്ലേ മൊമെൻറ്റം. അപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആയിട്ട് കണ്ടുപിടിക്കുക. അതായത് ഇനീഷ്യൽ മൊമെൻറ്റവും ഇനീഷ്യൽ മൊമെൻറ്റം മൈനസ് ഫൈനൽ മൊമെൻറ്റം. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ബോള് ബൗളറിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് തട്ടിക്കൊടുക്കുകയാണ്. ആദ്യം ഇങ്ങോട്ട് വന്ന വെലോസിറ്റിയിൽ തന്നെ ബാറ്റ്സ്മാൻ തിരിച്ച് അങ്ങോട്ടേക്കും ബൗളറിൻ്റെ അടുത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ബോൾ തട്ടിക്കൊടുക്കുവാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇതിങ്ങനെ ബാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതേ വെലോസിറ്റി തന്നെയാണ് ആ ബോൾ തിരിച്ചും ഇങ്ങോട്ടേക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് വരുന്നത് mv മൈനസ് ഓഫ് മൈനസ് mv എന്നാണ് വരിക. അങ്ങോട്ട് പോയ മൊമെൻറ്റം എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എത്രയാണ് വരുന്നത്? മാസ് എത്രയാണ് വരുന്നത്? 0.15 അല്ലേ? 0.15 ഇൻറ്റു വെലോസിറ്റി വരുന്നത് 12 ആണ്. മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 0.15 ഇൻറ്റു 12 ആണ് വരിക. ഓക്കെ, 0.15 ഇൻറ്റു 12 എന്ന് പറയുന്നത് 1.8 ആണ്. 1.8 പ്ലസ് 1.8 ഇസ് ഈക്വൽ ടു 3.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് വരുന്നത്? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു വരുന്നത്. മനസ്സിലായല്ലോ? അങ്ങോട്ട് പോകുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് mv ആണ്. തിരിച്ചു വരുന്ന മൊമെൻറ്റത്തിനെ മൈനസ് mv എന്ന് കൊടുക്കണം. കാരണം ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആയി അല്ലേ? വെലോസിറ്റി മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആയി. അപ്പം ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റം മൈനസ് ഫൈനൽ മൊമെൻറ്റം. അപ്പം മൈനസ് ഓഫ് മൈനസ് വരുമ്പം 2mv ആണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്താണ് കിട്ടിയത്? 3.6 അല്ലേ? അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? 3.6 ന്യൂട്ടൺ സെക്കൻഡ്സ്. ഇമ്പൾസ് ഇസ് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു 3.6 ന്യൂട്ടൺ സെക്കൻഡ്സ് എന്നാണ് നമ്മുടെ വാല്യൂ വരുന്നത് കേട്ടോ. ഇതാണ് ആൻസർ വരിക. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യവും ഇതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് വർക്ക് എനർജി തിയറം. ഇന്നലത്തെ ആ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും. പഠിക്കേണ്ട പ്രധാനപ്പെട്ട ലോസ് ആൻഡ് തിയറംസ് എന്ന് പറഞ്ഞ 2 ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞതാണ് വർക്ക് എനർജി തിയറം. അതുമല്ല നമ്മുടെ വർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തതാണ്. വർക്ക് എനർജി തിയറം എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ, അതായത് വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് വർക്ക് എനർജി തിയറം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. വേണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ കൂടെ എഴുതാൻ 2 മാർക്കിനായതുകൊണ്ട് ½ mv² -12m u². ഇനിയിപ്പോൾ ഇക്വേഷൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യാനേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. അടുത്ത 10ാമത്തെ ചോദ്യം നോക്കുക. ഇൻ എ ഡോർ ഹാൻഡിൽ ഈസ് പ്രൊവൈഡഡ് ഫാർദസ്റ്റ് ഫ്രം ദ ഹിഞ്ചസ്. വൈ? അതായത് നമ്മൾ ഡോറൊക്കെ ഇതിപ്പം ഇവിടെയാണ് ഡോറ് ഇപ്പം ഇതാണ് ഹിഞ്ചസ് എന്ന് പറയുന്നത് അല്ലേ? ആ വിജാഗിരി, അതിനാണ് ഹിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഹാൻഡിൽ കുറച്ച് ദൂരേക്കായിരിക്കും വെക്കുക, അല്ലാണ്ട് വിജാഗിരിയുടെ അടുത്തേക്കല്ല ഹാൻഡിൽ വെക്കുക, ഏറ്റവും എൻഡിലേക്കായിരിക്കും വെക്കുന്നത് അല്ലേ? ഡോറ് തുറക്കാനും അടയ്ക്കാനും എളുപ്പത്തിന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്റ്റൻസ് കൂടുമ്പോൾ അവിടെ എന്താണ് കൂടുന്നത്? ടോർക്ക് ഉണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുത്താൽ തന്നെ അവിടെ മാക്സിമം ടോർക്ക് ഉണ്ടാവാൻ സാധ്യത. നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുത്താൽ മതി. അതേസമയം നമ്മൾ ഈ അടുത്താണ് ഇതുണ്ടെങ്കിൽ, ഹാൻഡിൽ അടുത്താണെങ്കിൽ അവിടെ R കുറവായിരിക്കും. കാരണം എന്താണ്? ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ് വരിക? ടോർക്ക് ഇസ് ഈക്വൽ ടു R×F ആണ് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മൾ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതിയാകും. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അടുത്തേക്കാണ് ഹാൻഡിൽ വെക്കുന്നതെങ്കിൽ അവിടെ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും ഇതിനെ തുറക്കാനായിട്ട്. അതായത് അവിടെ റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ, ടോർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ചെറിയ ഫോഴ്സ് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ്, ഇക്വേഷനും കൂടെ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ് വി നീഡ് ടു ഗിവ് ഓൺലി ലെസ് ഫോഴ്സ് ടു ഗിവ് എ കോൺസ്റ്റൻറ്റ് ടോർക്ക്. ഓക്കെ, അടുത്തത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ 2 മെറ്റീരിയൽസ് ഇസ് ഷോൺ ബിലോ. നമ്മൾ ഇന്നലെ ചെയ്ത 85 ക്വസ്റ്റ്യൻസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ 2 മെറ്റീരിയൽസിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ ലോ വിച്ച് റിലേറ്റ്സ് സ്ട്രെസ് വിത്ത് സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ് ദ ലോ എന്നാണ്, നെയിം ദ ലോ അല്ല, സ്റ്റേറ്റ് ദ ലോ ആണ്. ഹൂക്സ് ലോ ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് വരിക? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് ആൻസർ. ഇതിൻ്റെ ബി പാർട്ട് നോക്കിക്കേ. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ് എ ഓർ ബി. അപ്പോൾ യങ്സ് മോഡുലസ് ഗ്രേറ്റർ ആവുന്നത് ഏതിലാണ്? സ്ലോപ്പ് കൂടുതൽ ആർക്കാണോ അയാൾക്കാണ് യങ്സ് മോഡുലസ് ഗ്രേറ്റർ. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എക്ക് സ്ലോപ്പ് കൂടുതലാണ് അല്ലേ? അപ്പം എന്താണ് ഇതിൻ്റെ
ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. എ ഹാസ് മോർ ഇലാസ്റ്റിസിറ്റി ദാൻ ബി. അതാണ് ആൻസർ. അടുത്തത് 12ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും അല്ലേ. ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഇസ് എ കോൺസ്റ്റന്റ്. മെക്കാനിക്കൽ എനർജി ഒരു ഫ്ലൂയിഡിന്റെ കേസിൽ വരുമ്പോൾ എന്തൊക്കെയാണ് വരിക? പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് ആൻഡ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പം ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് എഴുതുക, ഇക്വേഷൻ കൂടെ എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അടുത്തത്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി അല്ലേ. എല്ലാവരും ചെയ്തിട്ടുണ്ടാവണം, കാരണം ഇമ്പോർട്ടൻറ്റ് ലോസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്താണെന്നറിയാലോ അല്ലേ. എനർജി ഈസ് ഡിവൈഡഡ് എമംഗ് ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ. എന്നിട്ട് അതിൻ്റെ വാല്യൂ കൂടെ എഴുതുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എനർജി ഈസ് ഡിവൈഡഡ് എമംഗ് ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത് എഴുതുക. ഓക്കെ. ദെൻ മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്താവും? കൊളീഷൻസ് ഉണ്ടാവും അല്ലേ. രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ കൊളീഷൻസ് ഉണ്ടാവും. ഈ കൊളീഷൻ ഉണ്ടാവുന്ന അടുത്തടുത്തുള്ള രണ്ട് കൊളീഷൻസിൻ്റെ ഇടയിൽ ഈ പാർട്ടിക്കിൾ കുറച്ച് സമയം ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ദൂരം ഉണ്ടാവും. അതിനെയാണ് ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ഫ്രീ പാത്തിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് that the particles or the molecules travel between two successive collisions. അതിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പൊതുവേ പറയാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. ഡെറിവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് 2 മാർക്കിന്. അതപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നുള്ള ഇക്വേഷൻ അറിയാം അല്ലേ സ്പ്രിങ്ങിൻ്റെ കേസിൽ. അതുപോലെ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എയും ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ഇതും കൂടെ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പം എം എ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. പക്ഷേ ആസിലറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് അല്ലേ. ആസിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഇവിടെ മൈനസും കട്ടായി, എക്സും കട്ടായി. അപ്പോൾ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം എന്ന് വരും അല്ലേ. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം എന്ന് വരുമ്പോൾ ഒമേഗ സ്ക്വയർ ഈക്വൽസ് കെ ബൈ എം എന്ന് വരുമ്പോൾ ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ്. ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് എത്തിയപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടാകും, കാരണം അത് അപ്ലോഡ് ആവാൻ കുറച്ച് ടൈം എടുത്തിരുന്നു. അതിനകത്ത് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ ഇടയ്ക്ക് പറയുന്ന ഇക്വേഷൻ ആണ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ ഇതാണ്, 2π/t ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2π/t is equal to root of k/m ആണ്. ഇതിൽ നിന്ന് നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ. എന്താണ്? 1/t is equal to 1/2π into root of k/m അല്ലേ. അപ്പോൾ ലാസ്റ്റ് എന്താ എഴുതേണ്ടത്? ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π into root of m/k. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π into root of m/k. അതാണ് ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം എന്നുള്ളത് കിട്ടിയല്ലോ, അതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അതല്ലാതെയും ചിലപ്പം വേറെ മെത്തേഡ്സ് വഴിയൊക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ആൻസർ വരുന്നത് ടി ഇസ് ഈക്വൽ ടു 2π into root of m/k ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് ആൻസർ എനി 6 questions from 15 to 21 ആണ്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ചെക്ക് വെദർ ദ ഇക്വേഷൻ ഹാഫ് എം ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച് ഇസ് ഡയമെൻഷനലി കറക്റ്റ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എല്ലാവരും ചെയ്തിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ ഹാഫ് ഉള്ള സംഭവത്തിനെ നമ്മൾ എടുക്കാൻ പാടില്ല ഡയമെൻഷണൽ ഫോർമുലയുടെ കൂട്ടത്തിൽ. എം മാസാണ്. അപ്പോൾ എം ഇൻറ്റു ബി എന്ന് പറയുന്നത് LT⁻⁻1 ദ ഹോൾ സ്ക്വയർ ആണ്. ഈക്വൽസ് ഇവിടെ എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം, ജി ഇസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല LT⁻⁻2 ആണ്. ഇൻറ്റു എച്ചിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എൽ ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? എം L² T⁻2 എന്നും വരും. ഇവിടെയും എന്ത് തന്നെയാണ് വരിക? ML² T⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ഒരു ബി പാർട്ടാണ്. ദർ ഇസ് എ ഫേമസ് റിലേഷൻ ഇൻ ഫിസിക്സ് വിച്ച് റിലേറ്റ്സ് മൂവിംഗ് മാസ് m വിത്ത് റെസ്റ്റ് മാസ് m0 ആൻഡ് വെലോസിറ്റി v. എ ബോയ് റീകോൾസ് എ റിലേഷൻ ഓൾമോസ്റ്റ് കറക്റ്റ്ലി ആസ്. കുട്ടി ഇങ്ങനെ എഴുതി ഇക്വേഷൻ, പക്ഷേ എവിടെയോ വെലോസിറ്റി ഓഫ് ലൈറ്റ് കൊടുക്കാൻ മറന്നുപോയി അല്ലേ. വെലോസിറ്റി ഓഫ് ലൈറ്റ് കൊടുക്കാൻ മറന്നുപോയി. അത് എവിടെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ കറക്റ്റ് പറയണം. അപ്പോൾ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിൽ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ LHSൽ എന്താണ്? മാസാണുള്ളത്. RHSൽ ഇതും മാസാണ്. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല കറക്റ്റ് ആവണമെങ്കിൽ ഇപ്പുറത്ത് ഡയമെൻഷണൽ ഫോർമുല എം വരുമ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് വരേണ്ടത്? എം ആണ് വരേണ്ടത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ പക്ഷേ ഒരു വെലോസിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ പാടില്ല. അത് വരാൻ പാടില്ല എന്ന് വെച്ചാൽ അതിനെ ഒഴിവാക്കി കളയണം. അതെങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്? അപ്പോഴാണ് നമ്മൾ അവിടെ എന്ത് കൊടുക്കേണ്ടത്? അപ്പോൾ സി
എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. സി എവിടെയാണ് കൊടുക്കേണ്ടത്? ഇതിൻ്റെ താഴെയാണ് സി കൊടുക്കേണ്ടത്. അതായത് സി സ്ക്വയർ എന്ന് കൊടുക്കുക. അപ്പോൾ എന്താവും? ഇതും വെലോസിറ്റിയാണ്, ഇതും വെലോസിറ്റിയാണ്. രണ്ടുപേരുടെയും കൊണ്ട് ഡയമെൻഷണൽ ഫോമുല അങ്ങ് കട്ടായി പോകത്തില്ലേ? അപ്പോൾ ഡിനോമിനേറ്ററിൽ ഡയമെൻഷണൽ ഫോമുല വന്നിട്ടില്ല. അപ്പോൾ എം ഈക്വൽസ് m0 എന്ന് നമുക്ക് m ഈക്വൽസ് m എന്നുള്ള ഡയമെൻഷണൽ ഫോമുല നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ ഡയമെൻഷണൽ ഫോമുല ആ ലെറ്റർ സി ഇടേണ്ടത്. ബി സ്ക്വയറിന് താഴെയാണ് സി സ്ക്വയർ എന്ന് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഒരു ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യമാണത്. വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താലും കുറച്ച് ദൂരം കൂടെ ഈ വെഹിക്കിൾ ട്രാവൽ ചെയ്യും അല്ലേ, ചെറിയൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അതിനെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സ്ഥലത്ത് തന്നെ വണ്ടി നിൽക്കത്തില്ല, കുറച്ച് മുന്നിലോട്ട് പോയിട്ടായിരിക്കും വണ്ടി നിൽക്കുക. വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്? സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഒരു വണ്ടിയുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ അത് ആ വണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഈ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞിട്ട് എത്ര ദൂരം ഈ വണ്ടി ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊരു ഡ്രൈവർക്ക് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ ദൂരേന്ന് ചിലപ്പം ഒരു രണ്ട് വെഹിക്കിൾസിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ട് പോകണമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പം ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാരണം ബ്രേക്ക് ചവിട്ടുന്നിടത്ത് നിൽക്കത്തില്ല, കുറച്ച് മുന്നിലോട്ട് പോയിട്ടായിരിക്കും നിൽക്കുക, അപ്പോൾ മുന്നിലുള്ള വണ്ടി ഇടിക്കും. അതുപോലെ തന്നെ ആളുകൾ പെട്ടെന്ന് ക്രോസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ ടു റെഡ്യൂസ് ആക്സിഡൻസ്, അത് നിങ്ങളുടേതായിട്ടുള്ളൊരു രീതിയിലുള്ള ഉത്തരം എഴുതുക, അത്രയേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് തിയറിയും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതിയേക്കുക. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈവൻ ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ബ്രേക്സ്. ഓക്കെ, find the expression for the stopping distance in terms of initial velocity and acceleration. അപ്പോൾ v square minus u square is equal to 2as ആണ് ഇക്വേഷൻ അല്ലേ. അല്ലാതെ s ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വെലോസിറ്റി 0, അതായത് ഫൈനൽ വെലോസിറ്റി 0, അപ്പോൾ ഇത് കട്ടായി പോകും. അപ്പോൾ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as ആണ്. therefore s is equal to minus u square by 2a ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇവിടെ നെഗറ്റീവ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്? റെഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ, സ്റ്റോപ്പ് ആവുകയാണ് എന്നുള്ളത് കാണിക്കുന്നതാണ് നെഗറ്റീവ് സൈൻ. അതത്രയേ ഉള്ളൂ. ദെൻ അടുത്തത് പാരലോഗ്രാം ലോ ഇസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് ഇൻ ടേംസ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം. ചെയ്തിട്ടുണ്ടാവണം അല്ലേ. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ് ഇക്വേഷൻ വരേണ്ടത്? r is equal to root of a square plus b square plus 2ab cos theta. അതിൻ്റെ ഡയഗ്രാം ഒക്കെ കൃത്യമായിട്ട് വരച്ചിട്ട് ഡെറിവേഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, 3 മാർക്കിൻ്റെ ചോദ്യമാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഡെറിവേഷൻ ചോദിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി തീർത്തെന്ന് തോന്നുന്നു അല്ലേ. ഡെറിവേഷനൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത കൂട്ടത്തിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാതിരുന്നിട്ടും സ്പെഷ്യലായിട്ട് പറഞ്ഞിരുന്നു ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പം നിങ്ങളത് അല്ലാതെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു. കാരണം റൊട്ടേഷൻ മോഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഷോ ദാറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഇസ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം. അതായത് dl/dt എന്ന് പറയുന്നത് ഈക്വൽ ടു ടോർക്ക് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ്. ചെയ്തിട്ടുണ്ടാവുമല്ലോ. L ഈക്വൽസ് r ക്രോസ് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ, എന്നിട്ട് രണ്ട് വശത്തും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അടുത്തത് the acceleration due to gravity g on the surface of earth is 9.8 meter per second square. Derive an expression for variation g with height h above the surface of earth. ചെയ്തിട്ടുണ്ടാവണം അല്ലേ. ഓക്കെ, എന്താണ് ആൻസർ വരുന്നത്? g dash is equal to g into 1 minus 2h by r. ചെയ്തല്ലോ അല്ലേ. ഓക്കെ, ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് നന്നായി തന്നെ ചെയ്യുക. 2 മാർക്കാണ് അതിൻ്റെ ഡെറിവേഷന്. ഇനി ബി പാർട്ടിലെ ചോദ്യം നോക്കിക്കേ. നമ്മൾ ഇന്നലെ ചെയ്ത ന്യൂമറിക്കൽസിൻ്റെ കൂട്ടത്തിൽ 20 ഷോർട്ട് ന്യൂമറിക്കൽസ് ചെയ്തതിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. എത്ര ഹൈറ്റിലാണ്? ഞാൻ പറഞ്ഞു 2 ഇക്വേഷൻസ് നമ്മൾ എടുക്കണം. എച്ച് വളരെ ചെറുതാണെങ്കിൽ ഏതാണ് ഇക്വേഷൻ? 1 - 2h by r എന്നും, എച്ച് കമ്പയറബിൾ ടു r ആണെങ്കിൽ എന്താ ഇക്വേഷൻ എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തത്? ഏതാണ്? g dash by g is equal to r square by r plus h the whole square എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടല്ലേ ചെയ്തത്? യെസ്. അപ്പോൾ ജിയുടെ വാല്യൂ ഹാഫ് ആകണമെങ്കിൽ എത്ര ഹൈറ്റിലായിരിക്കണം? അപ്പോൾ ഇവിടെ നമ്മൾ g ഡാഷിന് പകരം എന്ത് കൊടുക്കുക? g/2 എന്ന് കൊടുത്തു അല്ലേ. കൊടുത്തു കഴിയുമ്പം അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കും. ഇത് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? g ഡാഷിന് പകരം g/2 എന്ന് കൊടുക്കുക. g/2 എന്ന് കൊടുക്കുമ്പോൾ എന്താ വരിക? 1/2 is equal to r square by r plus h the whole square എന്ന് കിട്ടും. g ഡാഷ് വരെ g/2 കൊടുക്കുമ്പോൾ ജിയും കട്ടായിട്ട് കേട്ടോ. അപ്പോൾ ഇനി റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് എടുക്കണ്ട, സോറി,
അതെ റൂട്ട് എടുക്കുക, സോറി റൂട്ട് എടുക്കുക. അപ്പോൾ 1/√2 ഇസ് ഈക്വൽ ടു r/r+h എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ r+h ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു r. നമുക്ക് h ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ √2r മൈനസ് r ദാറ്റ് ഈസ് ഈക്വൽ ടു √2 മൈനസ് 1 ഇൻറ്റു r. √2ൻ്റെ വാല്യൂ 1.414 ആണ്. 1.414 മൈനസ് 1 എത്രയാണ്? 0.414 ഇൻറ്റു r. ഇത്രയുമൊക്കെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മാർക്കിനുള്ള ചോദ്യമാണ്. അപ്പോൾ ഒരു ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടിക്കോളും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ due to temperature difference. What is convection? Convection എന്ന് പറയുന്നത് it is a mode of heat transfer in which there is actual movement of particles. Actual movement of particles ഇല്ലാത്തതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ കൂടുതൽ വരുന്നതാണ് സീ ബ്രീസ്. എങ്ങനെയാണ് സീ ബ്രീസ് ഉണ്ടാകുന്നത്? സീ ബ്രീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതിപ്പം എന്താ പറയുക, സീ ആണെന്ന് വിചാരിക്കുക, ഇതാണ് നമ്മുടെ ലാൻഡ്. അപ്പോൾ പകൽ സമയങ്ങളിൽ ലാൻഡ് പെട്ടെന്ന് ചൂടാകും. ലാൻഡ് പെട്ടെന്ന് ചൂടാകുമ്പോൾ അവിടെ ചൂട് കൂടുന്ന സമയത്ത് ഇവിടെയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ അങ്ങ് എസ്കേപ്പ് ആയി പോവും. അതായത് ഇവിടുത്തെ പ്രഷറിന് എന്താ സംഭവിക്കുക? ഇവിടുത്തെ പ്രഷർ കുറയും. കാരണം ചൂടാവുന്ന സമയത്ത് പാർട്ടിക്കിൾസിന് കൈനറ്റിക് എനർജി കിട്ടും, അവരങ്ങ് മുകളിലേക്ക് അങ്ങ് എസ്കേപ്പ് ആവും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ കുറഞ്ഞില്ലേ? ഇവിടുത്തെ പ്രഷർ കുറയുമ്പം സീയിൽ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഇങ്ങനെ കാറ്റ് വരാൻ തുടങ്ങും അല്ലേ. കാറ്റ് വരാൻ തുടങ്ങുമ്പം അതിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. എന്താണ് ഡിഫൈൻ ചെയ്യേണ്ടത്? ആക്സിലറേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ -x, അല്ലെങ്കിൽ f ഇസ് പ്രൊപ്പോർഷണൽ ടു -x. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ ചെയ്ത നമ്മുടെ ന്യൂമറിക്കൽസിൽ പഠിക്കണം എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരുന്നു അത്. എന്താണ്? ടൈം പീരീഡ് തന്നിട്ടുണ്ട്, അതായത് t തന്നിട്ടുണ്ട് 2 സെക്കൻഡ്സ് ആണെന്ന്. ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ ഇസ് 10 സെൻറ്റിമീറ്റർ, അതായത് x തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -ω²x ആണ്. x നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഒമേഗ തന്നിട്ടില്ല. പക്ഷേ ഒമേഗയ്ക്ക് പകരം എന്തോ തന്നിട്ടുണ്ട്? ടൈം പീരീഡ് തന്നിട്ടുണ്ട്. എന്താണ് ഒമേഗയും ടൈം പീരീഡ് തമ്മിലുള്ള റിലേഷൻ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ആണ്. ഓക്കെ, 2π/t ആണ്. അപ്പോൾ നമുക്ക് t തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ 2π/tക്ക് പകരം 2 കൊടുക്കുക. അപ്പോൾ ഒമേഗയുടെ വാല്യൂ എത്രയാണ്? പൈ എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -π² ഇൻറ്റു എക്സ് 10 ആണ്. അപ്പോൾ 10 ഇൻറ്റു 10⁻². മീറ്റേഴ്സിലേക്ക് ആക്കണേ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടൈം പീരീഡ് തന്നത്. 2π/t ആണ് ഒമേഗയുടെ ഇക്വേഷൻ. ഓക്കെ, അത് ചെയ്തോ. ചിലപ്പം അത് ഓപ്ഷൻസിൽ കിട്ടിയിട്ടുണ്ടാവണം അല്ലേ. അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓപ്ഷൻസിൽ മറ്റൊരു ചോദ്യം കിട്ടിയിട്ടുണ്ടാവണം. ഇനി 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? ഇതാ, വെലോസിറ്റി ഇവിടെ വരയ്ക്കുക, ടൈം ഇവിടെ വരയ്ക്കുക, എന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക അല്ലേ. എന്നിട്ട് ഈ ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾ റിലേഷൻ കണ്ടുപിടിക്കുക. ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടാവണം അല്ലേ. ഓക്കെ, ഇത് 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത്. അതിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അതിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം കൺസർവ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ, അതായത് 3 പോയിന്റ് എടുക്കുക, ABC അല്ലേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് തന്നെ, അത് പ്രൂവ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തേക്കുക. 3 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. Thermodynamic state variables are of 2 kinds, extensive and intensive. Which of the following is extensive? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വന്നേക്കാം. ചിലപ്പോൾ ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടാവാം അല്ലേ. ഓപ്ഷൻസ് ഇല്ലേ? ആൻസർ ഇനി 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടാവണം. ഏതാണ് എക്സ്റ്റെൻസീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് ആണ് ആൻസർ, ബാക്കിയെല്ലാം ഇൻറ്റൻസീവ് ആണ്. ഓക്കെ, കാർനോട്ട് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയാമല്ലോ. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്സ്? എന്താണ് ഐസോതെർമൽ പ്രോസസ്സ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഹീറ്റ് ഡസ് നോട്ട് ലീവ്സ് ഓർ നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. അതാണ് അഡിയബാറ്റിക് എന്ന് പറയുന്നത്. കാർനോട്ട് സൈക്കിളിൽ അറിയാലോ നിങ്ങൾക്ക് 4 പ്രോസസ്സ് എഴുതാം. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുകയാണ്. അവിടെ ഹീറ്റ് എനർജി ഇതാക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ഞാൻ ഇന്ന് രാവിലെ ചെയ്ത പ്രോബ്ലംസ് എനിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. കാരണം പക്ഷേ നമ്മളല്ലാണ്ട് ഇക്വേഷൻസ് പറഞ്ഞപ്പോൾ വേവ്സിൻ്റെയൊക്കെ ആ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണെങ്കിലും ഇത് ഇന്ന് രാവിലെ ചെയ്ത പ്രോബ്ലം ന്യൂമറിക്കൽസിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇക്വേഷൻസ് കണ്ടിട്ട് പോണേ എന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു.
അത് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം, അല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ y is equal to, ഇതാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ, അതായത് നമ്മുടെ വേവിൻ്റെ ഇക്വേഷൻ എന്താണ്, y is equal to a sin kx plus omega t ആണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എയുടെ പ്ലേസിൽ ആരാ വന്നിരിക്കുന്നത്, 3 ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ ആൻസർ എത്രയാണ്, 3 മീറ്റർ ആണ്. അടുത്തത് നമുക്ക് വളരെ പരിചിതമായൊരു സംഭവം അല്ലേ, ഫസ്റ്റ് ഹാർമോണിക് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് when a standing wave is formed in the string. Draw the figure that shows the second harmonic in the string if L is the length of the string and V is the speed of the wave in the string. What are the equations of first and second harmonic frequencies? അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് ഹാർമോണിക്കിൻ്റെത് വരച്ചു, സെക്കൻഡ് ഹാർമോണിക്കിൻ്റെതും വരച്ചു. സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്, അപ്പോൾ 1:2 എന്ന് കിട്ടണം അല്ലേ, റേഷ്യോ കിട്ടണം, 1:2 എന്ന് കിട്ടണം. അടുത്തത് 5 മാർക്കിൻ്റെ ചോദ്യം. 5 മാർക്കിൻ്റെത് when a body is projected into air with a certain initial velocity making an angle q with the horizontal, it will travel in a parabolic path. What is the horizontal and vertical component velocity at the highest point? 85 മാർക്സ് 85 ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ എടുത്തെടുത്ത് പറഞ്ഞിരുന്നു ഈ ചോദ്യം അല്ലേ. എന്താണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്? ഹയസ്റ്റ് പോയിന്റിലെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആണ് ആവുക. ഹയസ്റ്റ് പോയിന്റിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു കോസ് തീറ്റ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് എക്സ്പ്രഷൻസ് ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് മാക്സിമം ഹൈറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2u sin theta by g and h is equal to u square sin square theta by 2g അല്ലേ. ഓക്കെ, അടുത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ഇമ്പെൻഡിങ് മോഷൻ. റൈറ്റ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണക്റ്റിംഗ് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിത്ത് നോർമൽ റിയാക്ഷൻ. അതായത് എന്താണ് ഇക്വേഷൻ വരുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലേ, Fs is directly proportional to R or Fs is equal to mu into R. ഇതാണ് റിലേഷൻ. ഒക്കെ നമ്മൾ പറയാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ആണ് ലെവൽ റോഡ്. അപ്പോൾ ലെവൽ റോഡിൽ വരുമ്പോൾ v is equal to root of mu r g ആണ് ഇക്വേഷൻ. mu r എന്ന് പറയുന്നത് സ്മോൾ r ആണ്, r is the റേഡിയസ് ആണ് കേട്ടോ, mu r g. ഇതാണ് ഇക്വേഷൻ. വെലോസിറ്റി is equal to root of mu r g ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ലെവൽ റോഡിൻ്റെ കേസാണ് കേട്ടോ. അടുത്തത് സൈക്ലിസ്റ്റ് ഇത്ര വെലോസിറ്റിയിൽ പോവുകയാണ് ഓൺ ലെവൽ റോഡ്, ടേക്സ് എ ഷാർപ്പ് സർക്കുലർ ടേൺ ഓഫ് റേഡിയസ് 3 meter without reducing the speed. The coefficient of friction between the tires and the road is 0.1. Will the cyclist slip while taking the turn? അപ്പോൾ സൈക്ലിസ്റ്റ് ഒരു ലെവൽ റോഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ചെയ്താൽ റൂട്ട് ഓഫ് മ്യൂ ആർ ജി ചെയ്യുക. അപ്പോൾ റൂട്ട് ഓഫ് മ്യൂ എന്ന് പറയുന്നത് എത്രയാണ് വാല്യൂ, മ്യൂവിൻ്റെ വാല്യൂ 0.1 ഇൻറ്റു ആർ എത്രയാണ്, ആറ് തന്നിരിക്കുന്നത് റേഡിയസ് 3 ആണ്, ഇൻറ്റു 9.8. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അയാൾ അല്ലാതെ പോകുന്ന സ്പീഡ് എത്രയാണ്, 18 km/h മൂപ്പരല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് 18 ഇൻറ്റു 5/18 ചെയ്യണം. km/h അതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണം. അപ്പം 5 മീറ്റർ/സെക്കൻഡിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെലോസിറ്റി എത്രയാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.1 × 3 × 9.8 കണ്ടുപിടിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമുക്കിത് 10 എന്ന് എടുക്കുകയാണെങ്കിൽ എന്തായാലും റൂട്ട് ഓഫ് 3 അല്ലേ വരിക. അതായത് റൂട്ട് ഓഫ് 3 എന്ന് പറയുമ്പോൾ എന്താണേലും 2-നേക്കാളും താഴെയല്ലേ വരിക. അപ്പോൾ 1.7 സംതിങ് ആണ് മീറ്റർ/സെക്കൻഡ് ആണ് വാല്യൂ വരുന്നത് അല്ലേ. തെറ്റിയിട്ടില്ലല്ലോ. 1.7 മീറ്റർ/സെക്കൻഡിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അയാൾ പോകാൻ പാടുള്ളൂ. പക്ഷേ അദ്ദേഹം പോകുന്ന സ്പീഡ് എത്രയിലാണ്, 5 മീറ്റർ/സെക്കൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും, ദ സൈക്ലിസ്റ്റ് വിൽ സ്ലിപ്പ് അല്ലേ. സ്ലിപ്പ് ചെയ്യാതിരിക്കാനാണല്ലോ ഇത്ര വെലോസിറ്റിയിലേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം 5 മീറ്റർ/സെക്കൻഡിലാണ് പോകുന്നത്, അതുകൊണ്ട് അദ്ദേഹം സ്ലിപ്പായി വീഴും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇത് നമ്മുടെ നോട്ടിനകത്ത്, അതായത് ഞാൻ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത നോട്ടിനകത്ത് ഈ ഡെറിവേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസിൻ്റെ കൂട്ടത്തിൽ നമ്മളിത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാ വർഷങ്ങളും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല.
അപ്പോൾ ഇതും പിന്നെ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് വേരിയബിൾസ് ആണ്. നമ്മൾ അങ്ങനെ എടുത്തെടുത്ത് പറയാത്ത 2 ചോദ്യങ്ങൾ അതേ വന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമ്മുടെ നോട്ടിനകത്തുണ്ട് അത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു m മാസ്സുള്ളൊരു ബോഡിയെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ചെയ്യേണ്ട വർക്ക്, അതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ചെയ്യുന്ന വർക്ക്, അതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വരുന്നത് U = -gm(m)(r) ആണ്. ക്യാപിറ്റൽ M എന്ന് പറയുന്ന മാസ് ഓഫ് ദ എർത്ത്, G is ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, സ്മോൾ m is the മാസ് ഓഫ് ദ ബോഡി, R എന്ന് പറയുന്നത് നമ്മൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഏത് പോയിന്റിലേക്കാണ് ഈ ബോഡി കൊണ്ടുവരേണ്ടത്, ഇൻഫിനിറ്റിയിൽ നിന്നും, ആ ഡിസ്റ്റൻസ് ആണ് സ്മോൾ r എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ is -gm/r ആണ്, അതായത് ഈ സ്മോൾ m വരത്തില്ല, -gm/r ആണ് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടാവണമല്ലോ അല്ലേ, അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമായി വന്നിട്ടുണ്ടാവാൻ വഴിയില്ല അല്ലേ. ഓപ്ഷൻസ് ഉണ്ടല്ലോ. ആൻസർ 3 questions ആണ്. അപ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെന്താണ്, കാപ്പിലറി റൈസ് നമ്മൾ എപ്പോഴും പറയുന്ന ചോദ്യമല്ലേ, അപ്പോൾ അതും ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ. വാട്ടർ റൈസസ് ഇൻ ദ ട്യൂബ് അപ് ടു എ ഹൈറ്റ് h. നെയിം ദ ഫിനോമിൻ. എങ്ങനെയാണ് അത്? ഫിനോമിൻ ഏതാണ്? കാപ്പിലാരിറ്റി. arrive at expression for the height of water rise in the tube. അപ്പോൾ h is equal to 2s cos theta by r rho g. ഇതിൻ്റെ മാത്രമായിട്ടാണ് ഒരു ഡെറിവേഷൻ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഡെറിവേഷൻ കണ്ടവർക്കറിയാം. അതിൻ്റെ കൂട്ടത്തിൽ അവസാനമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിൽ വാട്ടർ ഓവർഫ്ലോ ഇഫ് ദ ട്യൂബ് ഇസ് കട്ട് അറ്റ് ലെവൽ എ അല്ലേ, അതായത് പകുതി വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇത് പിന്നെ വാട്ടർ ഓവർഫ്ലോ ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓവർഫ്ലോ ചെയ്യത്തില്ല, അത് വാട്ടർ ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുകയാണ് ചെയ്യുക. കാരണം h × R is equal to a constant എന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. അതിനകത്ത് h എന്ന് പറയുന്നത് ഹൈറ്റ് പകുതി ആയാലും r കൂടും, കാരണം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരണമല്ലോ. അപ്പോൾ ഈ വാട്ടർ ഇങ്ങനെ ആ ട്യൂബിൻ്റെ മേലേക്ക് വന്നിട്ട് അതിങ്ങനെ സ്പ്രെഡായി നിൽക്കും, ബട്ട് ഇറ്റ് വിൽ നോട്ട് ഓവർഫ്ലോ. അത് ആ ഡെറിവേഷൻ പഠിപ്പിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും മറ്റൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്തിനാണ് നമ്മൾ ഈ വിത്തൊക്കെ പാകുന്നതിന് മുന്നേ നിലമൊക്കെ ഉഴുതുമറിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. കാപ്പിലറി റൈസിൻ്റെ ഡെറിവേഷൻ കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവണം. അപ്പം എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ചോദ്യ പേപ്പർ ഇപ്പോൾ ആൻസർ കീയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നോ, അതോ ഉള്ള കോൺഫിഡൻസ് പോയോ? ഇല്ലല്ലോ, ചെറുതായിട്ടൊക്കെ ഒരു 1-2 മാർക്കിൻ്റെയൊക്കെ തെറ്റുകളൊക്കെ അല്ലേ. ഒരുവിധം നന്നായി പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ ചോയ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ. ഒരുവിധം വലിയ തരക്കേടില്ലാത്തൊരു ചോദ്യ പേപ്പറാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അഥവാ ഞാൻ പറഞ്ഞല്ലോ മാർക്ക് കുറയോ അങ്ങനെ എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. നമുക്ക് +2 കയ്യിൽ കിടക്കുകയാണ്. ആ +2ൽ നമ്മളങ്ങ് പഠിച്ച് തകർത്തേക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മിസ്സിന് പറയാനുള്ളത്, ഇപ്പോൾ ഈ +1 എക്സാമിനേഷൻ ഇമ്പ്രൂവ്മെൻറ്റിന് നിങ്ങൾക്ക് തന്ന ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്ന ഹെൽപ്പ് പോലെ തന്നെ അതിനേക്കാട്ടിലും കൂടുതലായിരിക്കും നിങ്ങൾക്കിനി +2ൻ്റെ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പ്ലസ് നമ്മുടെ പ്രാക്ടിക്കൽസിൻ്റെ ഇപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ കഴിയുമ്പോഴേക്കും തന്നെ പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, നമ്മൾ ഉടനെ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രാക്ടിക്കൽസിൻ്റെ കുറേ എക്സ്പെരിമെൻറ്റ്സിൻ്റെ വീഡിയോസ് ചെയ്ത് നമ്മുടെ ചാനലിലുണ്ട്. എന്നാലും 1-2 കൂടെ ചെയ്യാനുള്ളതുണ്ട്. പക്ഷേ ആ ചെയ്ത പ്രാക്ടിക്കൽസും നമ്മൾ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യും. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാല്യൂസ് തെറ്റാതെ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതേ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. എന്നിട്ട് നോട്ടിഫിക്കേഷനും ഓണാക്കി വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ജൂനിയേഴ്സിനും ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു, അതവിടെ കഴിഞ്ഞു. +1 അവിടെ മാറ്റി വെച്ചേക്കുക. ഇനി നമ്മൾ +2 ആണ് പഠിക്കാൻ പോകുന്നത്.